everyone, this is ANG from Arcanex. So കേരളത്തിൽ എങ്ങനെയാണ് നഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കുക? ഏതെങ്കിലും എൻട്രൻസ് ത്രൂ ആണോ? നീറ്റ് എക്സാം ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ടോ? നീറ്റ് എക്സാമിലൂടെ ആ ഒരു സ്കോർ യൂസ് ചെയ്ത് എവിടെയൊക്കെ BSc നഴ്സിംഗ് പഠിക്കാം? ഈ ഡൗട്ട്സുകളെല്ലാം നമ്മൾ ഒരൊറ്റ വീഡിയോയിലൂടെ ക്ലാരിഫൈ ചെയ്യാണ്. സോ മക്കളെ, ആദ്യം നമുക്ക് കേരളത്തിലെ നഴ്സിംഗിനെ കുറിച്ച് നോക്കാം. അപ്പൊ നിലവിൽ കേരളത്തിൽ നഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കുന്നത് LBS സെന്റർ മുഖേനയാണ്. വെബ്സൈറ്റ് ഇതാണ് www.lbscenter.kerala.gov.in. നമ്മുടെ +2 സ്കോറിന്റെ ബേസിൽ, നമ്മുടെ +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റുകളുടെ സ്കോറിന്റെ ബേസിലാണ് അലോട്ട്മെന്റ് പ്രോസസ്സിലൂടെ LBS സെന്റർ ത്രൂ നമുക്ക് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ, നഴ്സിംഗ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുന്നത്. ഓക്കെ അല്ലേ? കേരളത്തിൽ BSc നഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കുന്നത്. ഇനി ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്, എൻട്രൻസ് ആക്കുമോ? അപ്പൊ നിലവിൽ ഇത്രയും കാലം, ഈ ഒരു സമയം വരെ നമുക്ക് എൻട്രൻസിലേക്കൊന്നും കടന്നിട്ടില്ല. അപ്പൊ ഈ ഒരു ഇയറിൽ നമുക്ക് എൻട്രൻസ് ഉണ്ടാവുമെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് അക്കാദമിക് ഇയർ ത്രൂ ആയിരിക്കും മേ ബി എൻട്രൻസിലേക്ക് നഴ്സിംഗ്, BSc നഴ്സിംഗ്, കേരള BSc നഴ്സിംഗ് ഉൾപ്പെടുത്തുക. കാരണം കുറെ നാളുകളായിട്ട് പറയുന്നുണ്ട്, ഒന്നുകിൽ നീറ്റിന്റെ അണ്ടറിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു എൻട്രൻസ് എക്സാമിനേഷൻ കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് ഇതുവരെ നീറ്റിന്റെ അണ്ടറിലേക്ക് ആക്കിയിട്ടില്ല കേരള BSc നഴ്സിംഗിനെ. അതേപോലെ തന്നെ യാതൊരുവിധ എൻട്രൻസ് എക്സാമിനേഷൻസും കണ്ടക്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഈ വർഷവും +2 സ്കോറിന്റെ ബേസിൽ തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് അനുമാനിക്കാം. ആൻഡ് അവിടെ ഒരു കാര്യം പറയാനുള്ളത്, മക്കൾ, ഒരു 2021-22 മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 99% ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്ക് പോലും BSc നഴ്സിംഗിന് കേരളത്തിൽ അഡ്മിഷൻ ലഭിച്ചിട്ടില്ല. 100% ഇൻഡെക്സ് പോയിന്റ് ഉള്ള കുട്ടികൾക്കാണ് കേരളത്തിൽ BSc നഴ്സിംഗിന് ഗവൺമെന്റ് സെക്ടറിൽ അഡ്മിഷൻ ലഭിച്ചത്. സെൽഫ് ഫിനാൻസിങ് നോക്കുകയാണെങ്കിൽ 98% കിട്ടിയിട്ടുണ്ട്. ആൻഡ് മാനേജ്മെന്റ് സീറ്റുകൾ നോക്കുകയാണെങ്കിൽ 96 to 98% ആണ് വന്നിരിക്കുന്നത്. അതായത് വളരെ ടഫ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആണ് ഈ ഒരു ഫീൽഡിലുള്ളത്. കേരളത്തിൽ നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള പ്രോസസ് അല്ല. അപ്പൊ LBS സെന്റർ മുഖേനയാണ് അലോട്ട്മെന്റ് പ്രോസസ്സുകൾ നടക്കുന്നത്. നമ്മൾ +1 അലോട്ട്മെന്റിന് അപേക്ഷിക്കുന്ന പോലെ തന്നെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെന്റ്, സ്പോട്ട് അഡ്മിഷനും ഒക്കെ ഇതിനും ഉണ്ടായിരിക്കും. ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു അലോട്ട്മെന്റ് വരുന്ന ടൈമിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. യെസ്, ബാക്കി പാരാമെഡിക്കൽ കോഴ്സുകൾ നോക്കുകയാണെങ്കിൽ BSc നഴ്സിംഗ് കൂടാതെ BSc MLT, BSc പെർഫ്യൂഷൻ ടെക്നോളജി, BPT, BSc ഒപ്റ്റോമെട്രി തുടങ്ങി നിരവധി കോഴ്സുകളാണ് പാരാമെഡിക്കൽ രംഗത്തുള്ളത്. ഇതിനൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് ഇനി നീറ്റ് ഉപയോഗിച്ച് എവിടെയൊക്കെയാണ് BSc നഴ്സിംഗിന് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നത്? ജിപ്മർ കോളേജുകൾ നിങ്ങൾ കേട്ടിരിക്കും. ഇന്ത്യയിലെ ടോപ്പ് 5 കോളേജസ് എടുത്താൽ അതിൽ ജിപ്മർ പുതുച്ചേരി ഉണ്ട്. അപ്പോൾ അത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അവിടെ നിങ്ങൾക്ക് BSc നഴ്സിംഗിനും മറ്റു കോഴ്സുകൾക്ക്, BSc നഴ്സിംഗ് കൂടാതെ BSc അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സസ്, അതിന് മൊത്തം 181 സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ജിപ്മറിൽ. സോ ഈ കോഴ്സുകളിലേക്കൊക്കെ നിങ്ങൾക്ക് നീറ്റ് സ്കോർ ഉപയോഗിച്ചുകൊണ്ട് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ജിപ്മറിൽ BSc നഴ്സിംഗ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക നീറ്റ് സ്കോർ ത്രൂ കൂടിയാണ്. യെസ്, അപ്പൊ എത്ര സീറ്റുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ഫീമെയിൽസിന് അവിടെ 85 സീറ്റ്സ് റിസർവ്ഡ് ആണ്. മെയിൽസിന് 9 സീറ്റും ജിപ്മറിൽ റിസർവ്ഡ് ആണ്. BSc നഴ്സിംഗ് നിങ്ങൾക്ക് അവിടെ പഠിക്കാം. ബാക്കി വരുന്ന കോഴ്സുകളൊക്കെ മെഡിക്കൽ ലബോറട്ടറി സയൻസ് ഉണ്ട്, ബാച്ചുലർ ഓഫ് ഒപ്റ്റോമെട്രി ഉണ്ട്, കാർഡിയാക് ലബോറട്ടറി ടെക്നോളജി ഉണ്ട്. ഇതിനൊക്കെ എത്ര സീറ്റുകളാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് കാണാം. അങ്ങനെ ഇൻ ടോട്ടൽ 181 സീറ്റ്സ് ആണ് അവിടെ ഉള്ളത്. MBBSന്റെ കാര്യമല്ല പറയുന്നത്, BSc നഴ്സിംഗും ആൻഡ് ബാക്കിയുള്ള BSc അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സസും ആണ് പറയുന്നത്. 181 സീറ്റുകളാണ് അവിടെയുള്ളത്. നിങ്ങൾക്ക് നീറ്റ് സ്കോർ ഉപയോഗിച്ച് അവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. ആൻഡ് ഇത് കൂടാതെ എവിടെയൊക്കെയാണ് നീറ്റിന്റെ സ്കോർ ഉപയോഗിക്കുന്നത്? ഓൾറെഡി പറഞ്ഞു, ജിപ്മർ പറഞ്ഞു. ആൻഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഓൾ ഇന്ത്യ കൗൺസിലിംഗ് വഴി അലോട്ട്മെന്റ് നടക്കുന്ന ടൈമിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്ക് നമുക്ക് BSc നഴ്സിംഗിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതും നീറ്റിന്റെ സ്കോർ ഉപയോഗിച്ച് തന്നെയാണ്. മിലിറ്ററി നഴ്സിംഗിന് മിലിറ്ററി നഴ്സിംഗ് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നീറ്റ് സ്കോർ ആവശ്യമാണ്. നീറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കണം. അപ്പൊ നീറ്റ് സ്കോർ യൂസ് ചെയ്തിട്ടാണ് മിലിറ്ററി നഴ്സിംഗിലേക്ക് എടുക്കുന്നത്. ആൻഡ് അവിടെ വേറെ ടെസ്റ്റുകളും ഫിസിക്കൽ ടെസ്റ്റും ഒക്കെ നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരിക്കും. വേണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് മിലിറ്ററി നഴ്സിംഗിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് അതിലേക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഓർക്കുക. അലോട്ട്മെന്റ് പ്രോസസ് നിലവിൽ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, LBS സെന്റർ ആണ്. അപ്പോൾ നിലവിൽ നീറ്റ് സ്കോർ നിങ്ങൾക്ക് ഇവിടെ കേരളത്തിൽ പ്രവേശനം ലഭിക്കുന്നതിന് ആവശ്യമില്ല.